മധു ഫുട്ബോളിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മുടെ ശിവാങ്ക് ഉണ്ട്. ബ്രോ സുഖാണോ അവിടെ? സുഖമായിരിക്കും ബ്രോ. അവിടെ എങ്ങനെയുണ്ട്? നന്നായിട്ട് പോകുന്നു. നമ്മൾ ഫൈനലി കുറെ കാലത്തിന് ശേഷം കപ്പടിച്ചൊരു സന്തോഷത്തിലാണ് ബ്രോ. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര റിലീഫാണ്. കാരണം കാത്തിരുന്ന് 18 വർഷമായിട്ട് ഒരു കപ്പിന് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. അത് കിട്ടി. ഓൾ ഗുഡ് ബ്രോ. ഈ വീക്കെൻഡ് ഭയങ്കര ആഘോഷം തന്നെയായിരുന്നു. ബ്രോ, ഞാൻ ലിവർപൂളിലേക്ക് വരുമ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ ചോദിക്കണം. നിങ്ങൾ പുതിയൊരു സൈനിങ് നടത്തിയിട്ടുണ്ട്, പുള്ളിയുടെ മെഡിക്കലൊക്കെ നടക്കുന്നു എന്ന് കേൾക്കുന്നു. ഫ്രിംഗ്പോങ്, എനിക്ക് തോന്നുന്നു അർണോൾഡ് പോയി, പുള്ളി റൈറ്റ് ബാക്ക് ആയിട്ട് കളിക്കും, അല്ലെങ്കിൽ ഒരു ഡിഫറെൻറ്റ് പ്രോപ്പർട്ടി ഉള്ള ഒരു പ്ലെയർ ആണ്, നല്ല ഫോമിലുള്ള പ്ലെയർ ആണ്. ബ്രോ, എന്താണ് ഇപ്പോൾ ഒരു എക്സ്പെക്ടേഷൻ പുള്ളി വരുന്നുണ്ട്? ഞാൻ പറഞ്ഞേ, അത് ഇപ്പൊ നടത്തിയ ടൈമിംഗ് തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു സത്യം പറഞ്ഞു. കാര്യം ഞാൻ പറഞ്ഞേ, അർണോൾഡ് പോകുന്നതിന് മുമ്പ് തന്നെ എനിക്കൊരു റിപ്ലേസ്മെന്റ് വരണമെന്നുണ്ടായിരുന്നു. ഐ മീൻ സീസൺ കഴിയുന്നതിന് മുമ്പ് അത് തന്നെ വന്നു. ഞാൻ പറഞ്ഞില്ലേ, കുറെ പേര് ഫ്രിംപോങ്ങിന്റെ ഡിഫെൻഡിങ്ങിനെയാണ് ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. ഫ്രിംപോങ്ങിന് ഡിഫെൻഡ് ചെയ്യാൻ അറിയോ ഫ്രിംപോങ്? എനിക്കും ആ ഡൗട്ട് ഇപ്പോഴും ഉണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, ഇന്ന് സ്ലോട്ടിനോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് ഡിഫെൻഡ് ചെയ്യാൻ അറിയാത്ത ആളെക്കാളും ഡിഫെൻഡിങ് ചെയ്യാൻ താല്പര്യമില്ലാത്ത ആളാണ് ഡേഞ്ചറസ്. ഞാൻ പറഞ്ഞില്ല, അത് കുറച്ച് നാളായിട്ട് അതാണ് ട്രെൻഡിങ്സ് ആയിട്ട് കണ്ടുകൊണ്ട് ചില സമയത്ത് അതാണ് ഒരു കോംപ്ലസൻസി കണ്ടിട്ടുണ്ട് ട്രെൻഡിന്റെ അടുത്തുനിന്ന്. അത് പുള്ളി ലിവർപൂളിന് വേണ്ടി കളിക്കാൻ തുടങ്ങിയപ്പോൾ മുതൽ അത് ഉള്ളതാണ്. അപ്പോൾ നമ്മളത് കാര്യമാക്കില്ല. കാര്യം സോ ഗുഡ് അറ്റാക്കിംഗ് വൈസ്, ഒഫൻസീവ്ലി ഭയങ്കര ഗുഡാണ്. ഹീസ് ടോപ്പ് ക്ലാസ്, വേൾഡ് ക്ലാസ് ആണ്. അപ്പോൾ നമ്മളത് കണ്ടില്ലെന്ന് വെച്ചതാണ് ഇത്രയും നാള്. അപ്പോൾ ഐ തിങ്ക് ഫ്രിംപോങ് ഞാൻ പറഞ്ഞില്ല, ഡിഫൻസീവ് വൾണറബിലിറ്റീസ് ഉള്ളൊരു പ്ലെയർ ആണ്. പക്ഷെ ഐ തിങ്ക് ആ ഒരു ഇന്റൻസിറ്റി കൊടുക്കാൻ ഫ്രിംപോങ്ങിന് പറ്റും. ഐ തിങ്ക് ദാറ്റ്സ് മോർ ദാൻ എനഫ്. ആ ഒരു ഇന്റന്റ് കാണിച്ചാൽ മതി ഡിഫെൻഡ് ചെയ്യാൻ. ആൻഡ് അറ്റാക്കിംഗ് വൈസ് ഹീസ് ഈക്വലി ഗുഡ് എന്നൊന്നും ഒരിക്കലും പറയില്ല. പക്ഷെ വേറെ രീതിയിലാണ് ഹീസ് ഗുഡ് ഇൻ ഹിസ് ഓൺ വേ. അപ്പോൾ എനിക്ക് തോന്നുന്നു അത് നല്ലൊരു കാര്യമാണ്. ആൻഡ് ഞാൻ സത്യം പറഞ്ഞാൽ ഇഷ്ടപ്പെട്ടു. കാര്യം ഫ്രിംപോങ്, ബ്രാഡ്ലി രണ്ട് പ്രൊഫൈലുള്ള റൈറ്റ് ബാക്സ് ആണല്ലോ. സോ ഇറ്റ്സ് ഗുഡ്. അത് നല്ലതാണ്. 30 മില്യൺ ഒക്കെ ഒരു സ്റ്റീലാണ് സത്യം പറഞ്ഞത്. കാര്യം നമ്പേഴ്സ് കൊടുക്കുന്ന അറ്റാക്കിംഗ് നമ്പേഴ്സ് ഇറ്റ്സ് വെരി ഗുഡ്. അപ്പോൾ വേറൊരു ഡയമെൻഷനാണ് ടീമിന് കൊടുക്കുന്നത്. അതെ, അപ്പോൾ കഴിഞ്ഞ മത്സരത്തിൽ എനിക്ക് തോന്നുന്നു റിസൾട്ട് അത്ര വറിയും ഫാക്ടറൊന്നും അല്ല. കാരണം നിങ്ങൾ കപ്പടിച്ചു, ഇനി മത്സരങ്ങൾ ടെസ്റ്റിംഗ് ഫേസ് ആണ്, പ്ലേയേഴ്സിനൊക്കെ ടെസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ അവസരം കൊടുക്കാനുള്ള ഒരു ഫേസ് ആണ്. പക്ഷേ അതേപോലെ തന്നെ ബ്രാഡ്ലി, പുള്ളിയുടെ പെർഫോമൻസ് കിഡിലായിരുന്നു. കുറച്ച് കാലത്തിന് ശേഷമാണ് ഞാൻ പുള്ളിയുടെ കളി കാണുന്നത്. ഇഞ്ചുറിയായി പുറത്തൊക്കെ ആയിരുന്നു. എനിക്ക് തോന്നുന്നു ആ പഴയ ഫോം അതുപോലെ തന്നെ ഉണ്ടെന്ന് കാണിച്ചിട്ടുള്ള 1-2 റണ്ണൊക്കെ ഉണ്ടായിരുന്നു. 1-2 പാസ് പുള്ളി കൊടുത്തു. ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആയിരുന്നു. അതേപോലെ തന്നെ 1-2 പ്ലേയേഴ്സിനെ എനിക്ക് തോന്നുന്നു ഈ സീസണോടെ പുറത്താക്കേണ്ട സമയം അതിക്രമിച്ചു എന്ന് തോന്നുന്നു. ബ്രോയുടെ അഭിപ്രായത്തിൽ ഈ സമ്മറിൽ ഏതൊക്കെ പ്ലേയേഴ്സാണ് ഒരു പോകാനൊരു ചാൻസ് കാണുന്നത്? ഡാർവിൻ നൂനസ് എന്തായാലും പോകും. 100% ഹീസ് ഗോയിങ്. ഹി വിൽ ബി സോൾഡ്. അപ്പോൾ ഡാർവിൻ നൂനസ് പോകും. ലൂയിസ് ഡിയാസിന്റെ സിറ്റുവേഷൻ എനിക്ക് അറിയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ഒരു പോയിന്റിൽ ഞാൻ ബ്രോഡ് തന്നെ പറഞ്ഞിട്ട് ഹി ഷുഡ് ബി സോൾഡ് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ ചില സമയത്ത് ഞാനിങ്ങനെ ആലോചിക്കുമ്പോൾ ഞാൻ വിചാരിക്കും പുള്ളിക്ക് നിൽക്കണം, ക്ലബിന് സെല് ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ ഹി ഷുഡ് സ്റ്റേ. അപ്പോൾ കാര്യം അറ്റ്ലീസ്റ്റ് ഹീസ് കമ്മിറ്റഡ് ടു ദ ക്ലബ്. അതാണല്ലോ നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത്. ലോയലാണ്. അപ്പോൾ അത് കൊള്ളാം. പക്ഷെ ഇഫ് വി ഗെറ്റ് എൻ ഓഫർ വിച്ച് വി കാൻ റിഫ്യൂസ്. ഇപ്പോൾ ബാസയുടെ അടുത്ത് നിന്ന് കേൾക്കുന്ന 80 മില്യൺ ഒക്കെയാണ്. ഐ തിങ്ക് ഞാൻ ടു ബി ഓണസ്റ്റ് അത് ഒരു ഓവർ വാല്യുവേഷൻ ആണ്. കാര്യം അത് അത്രയും വാല്യൂബിൾ ആയിട്ടുള്ള ഒരു പ്ലെയർ അല്ല. സോ ഇഫ് വി ഗെറ്റ് ഒരു 65-70 മില്യൺ ഒക്കെ ബാഴ്സയുടെ വിൽ സെല്ലും. ഏതൊരു പ്ലെയറിന് ലിവർപൂളിന് എനിക്ക് തോന്നുന്നത് വി ഗെറ്റ് എ ഗുഡ് വാല്യുവേഷൻ, വി ആർ റെഡി ടു സെൽ. അപ്പോൾ എനിക്ക് തോന്നുന്നു ലൂയിസ് ഡിയാസ് മൈറ്റ് ലീവ്. എനിക്കറിയില്ല. ജോട്ടയ്ക്കും വേണ്ടി ഇൻട്രസ്റ്റ് ഉണ്ട്. കോൺസയ്ക്ക് വേറെ ഇൻട്രസ്റ്റ് വന്നിട്ടുണ്ട് ന്യൂകാസിൽ നിന്ന്. സോ അത് ചിലപ്പോൾ നടക്കും. ഹാവിയിലേക്ക് ലീവ്, ഹാവിയിലേക്ക് പോകും. സോ കെലഹർ പോകും. ഇപ്പൊ ട്രെൻഡ് ഫ്രീ ആയിട്ട് പോകും. സോ ഇത്രയാണ് ഔട്ട് ഗോയിങ്സ് വെക്കുന്നത്. എനിക്കറിയില്ല. ന്യൂനസ് ഇപ്പൊ ഈ അറ്റാക്കിങ്ങിലെ 3 പേര് പോയി കഴിഞ്ഞാൽ വി നീഡ് റിപ്ലേസ്മെന്റ്സ്. അതെന്തായാലും വേണം, അത് ഉറപ്പാണ്. അതെ, ഇപ്പൊ ഡിഫൻസിന്റെ കാര്യം ബ്രോ, കൊണാട്ടെ, വാൻഡേക്ക് ഒരു സിംഗിൾ പോയിന്റ് ഓഫ് ഫെയിലിയർ ആയിട്ടുള്ള കുറച്ച് ഓൾമോസ്റ്റ് ഒരു 8-9 ഗെയിംസ് ഉണ്ടായിരുന്നു. വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഗെയിമാണ്. പക്ഷെ ഭാഗ്യത്തിനൊന്നും പറ്റിയില്ല. ദേ മാനേജ്ഡ് ഇറ്റ്. പക്ഷേ അടുത്ത സീസൺ നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം ഗെയിംസ് കൂടി വരികയാണ്. റൊട്ടേഷൻ നടത്തിയേ പറ്റൂ. നമുക്ക് എല്ലാ മാച്ചിലും ഇവരെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഫ്രിംഗ്പോങ് ഇപ്പോൾ ഡിഫൻസിലേക്ക് വന്നിട്ടുണ്ട്. പക്ഷേ ആ ഒരു സെൻറ്റർ ബാക്ക് കളിക്കാൻ ഒരു പ്രോപ്പർട്ടി സെറ്റുള്ള ഒരു 1-2 പ്ലെയർ ബാക്കപ്പ് ആയിട്ട് വേണം. ബ്രോയുടെ അഭിപ്രായത്തിൽ അങ്ങനെ ഒരു സൈനിങ് ഉണ്ടാവുമോ, അല്ലെങ്കിൽ ഉള്ള ആളെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാനായിരിക്കും കൂടുതൽ ചാൻസ് കാണുന്നത്? സെന്റർ ബാക്കിനെ സൈൻ ചെയ്താണ് കേട്ടത്. കാര്യം നമ്മുടെ മെഡ്രിഡ് സൈൻ ചെയ്ത ഡീൻ ഹോയ്സിന് വേണ്ടി ഹിസ് ചോയ്സ് പ്രീമിയർ ലീഗ് ലിവർപൂൾ ആണെന്നാണ് കേട്ടത്. സോ അവൻ എന്തായാലും മെഡ്രിഡിൽ പോയി. സോ വി ആർ ലുക്കിംഗ് ഫോർ എ സെന്റർ ബാക്ക്. പക്ഷെ
എനിക്ക് തോന്നുന്നത് ഒബ്വിയസ്ലി കോൺസ സെയിലായി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് വിൽസ് അതിനെ സെന്റർ ബാക്ക് കാര്യം ഡെപ്ത് ഇല്ല. ആൻഡ് കൊണാട്ടയുടെ ഫ്യൂച്ചർ ഇപ്പോഴും ഹാങ്ങിങ് ആണ്. കാര്യം നമുക്ക് അറിയില്ല കൊണാട്ട എക്സ്റ്റെൻഡ് ചെയ്യോ. എക്സ്റ്റെൻഡ് ചെയ്തില്ലെങ്കിൽ വിൽസലും അത്രേ ഉള്ളത്. ക്ലബ് എൻ്റെ ഒരു ഒപ്പീനിയനിൽ ക്ലബ് ഒരു അൾട്ടിമേറ്റം കൊടുക്കേണ്ടതാണ് ബിഫോർ വിൻഡോ, സമർ വിൻഡോ. സെൽ ഇഫ് ഹി ഇസ് നോട്ട് എക്സ്റ്റെൻഡിങ് സെല് ചെയ്യാം, അത്രേ ഉള്ളൂ, വേറെ കാര്യമൊന്നുമില്ല. അത് സെല് ചെയ്ത് കഴിഞ്ഞാൽ ഒബ്വിയസ്ലി വിൽ ബൈ ഗുഡ് സെന്റർ ബാക്ക്. എന്തായാലും കോൺസ പോയാലും പോയില്ലെങ്കിലും ഇനിയുടെ സെന്റർ ബാക്ക് എന്തായാലും വളരെ ആവശ്യമാണ്. കാര്യം വാൻഡൈക്കിനെ എല്ലാ കളിയും കളിപ്പിക്കാൻ പറ്റും. വാൻഡൈക്ക് എനിക്ക് 69 ഗെയിം സ്റ്റാർട്ട് ചെയ്തിട്ട് ആണ് ബ്രൈറ്റന്റെ കൂടെ പുള്ളി ബെഞ്ചിലിരുന്നത്. അപ്പോൾ അത് ഹീസ് ഗെറ്റിംഗ് ഓൾഡർ. നമ്മൾ മെഷീനൊന്നും അല്ല, റോബോട്ടൊന്നും അല്ല. അപ്പോൾ എനിക്ക് തോന്നുന്നത് റിസർവ് ഇസ് പ്ലേയിങ് ടൈം, കൺസേർവ് ആൻഡ് മാക്സിമം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗെയിംസിൽ പുള്ളിയെ ഫ്രഷ് ആയിട്ട് നിർത്തുക, അത്രേ ഉള്ളൂ. ആൻഡ് സെയിം തിങ് വിത്ത് സാല. പക്ഷെ സാല എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ എൻഡ്യൂറൻസ് ഉള്ള ഒരു പ്ലെയറാണ്. സോ ആൻഡ് ഹിസ് ബോഡി ഈസ് ബിൽഡ് ഫോർ ദാറ്റ്. അതുപോലെ പുള്ളി പെർഫോം ചെയ്യുന്നു. അപ്പോൾ എനിക്കൊന്ന് വാൻഡൈക്കിന്റെ കാര്യത്തിൽ വി ഷുഡ് ബി വെരി കെയർഫുൾ. കാര്യം ACL പണ്ട് കഴിഞ്ഞൊരു പ്ലെയറാണ്. സോ ACL എപ്പോൾ കഴിഞ്ഞാലും അത് എത്ര കൊല്ലം കഴിഞ്ഞാലും ACL ഒരു ഇഷ്യൂ എപ്പോഴും ഒരു പ്ലെയറിന് കാണും. സോ ആ പ്ലെയറിനെ പ്രിസർവ് ചെയ്യുക എന്നുള്ളതാണ്. അതെ ബ്രോ, ഇനി കോൺഫറൻസ് ലീഗ് ഫൈനൽ വരുന്നുണ്ട്, ചാമ്പ്യൻസ് ലീഗ് ഫൈനൽ വരുന്നുണ്ട്. ചെൽസി വേഴ്സസ് റിയൽ ബെറ്റിസ് ആണ്. റിയൽ ബെറ്റിസിൽ ആന്റണി ഒക്കെ നന്നായിട്ട് കളിക്കുന്നുണ്ട്. അവർ കുഴപ്പമില്ലാത്ത പെർഫോമൻസ് ആയിരുന്നു. പക്ഷേ ചെൽസി ഒരു ഫേവറേറ്റ്സ് ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത്. പക്ഷേ വി ഡോണ്ട് നോ, ഫൈനലാണ്, എന്ത് വേണമെങ്കിലും സംഭവിക്കാം. എന്താണ് ബ്രോയുടെ ഒരു അഭിപ്രായം? ചെൽസിക്ക് ഒരു ഈസി വിൻ ആയിരിക്കും അല്ലെങ്കിൽ ഒരു ടഫ് ആയിട്ട് നടക്കാൻ ചാൻസ് ഉണ്ടോ? ഞാൻ എൻ്റെ ഒരു ഒപ്പീനിയനിൽ നോക്കുമ്പോൾ ബെറ്റിസ് ഹാഡ് എ വെരി ടഫ് വേ ടു ദ ഫൈനൽ. ചെൽസി ഞാൻ പറഞ്ഞില്ല, ചെൽസി ഈ കോമ്പറ്റീഷൻ തുടങ്ങുന്നതിന് മുമ്പ്, ഡ്രോ വരുന്നതിന് മുമ്പേ ചെൽസിയാണ് ഫേവറേറ്റ്സ്. ചെൽസി അവിടെ ഇപ്പൊ ഇനി അവിടെ ഏത് ടീം ഉണ്ടെങ്കിലും ചെൽസി അത് ഫേവറേറ്റ്സ്. അപ്പോൾ ഞാൻ ബെറ്റിസിന് ഒരിക്കലും കുറച്ചാണെന്നല്ല, ചെൽസി ഷുഡ് ബി വിന്നിങ് ദിസ്. ഞാൻ പറഞ്ഞില്ലേ, പ്രീമിയർ ലീഗ് എന്നുള്ള ഒരു സൈഡാണ്. ഇപ്പോൾ ഷുഡ് ബി വിന്നിങ് ദിസ്. പക്ഷേ ആസ് എ ടീം ബെറ്റിസ് ആർ ബെറ്റർ ദാൻ ചെൽസി. ചെൽസി ഇച്ചിരി കൂടെ ഇൻഡിവിജ്വലിസ്റ്റിക് ആണ്, എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്. സോ ആൻഡ് യുണൈറ്റഡ് അഗേൻസ്റ്റ് ഒക്കെ ചെൽസി വേർ വെരി പുവർ. എനിക്കറിയില്ല. അപ്പോൾ കാര്യം അവർക്ക് ഞാൻ പറഞ്ഞില്ലേ, എന്താ കുറെ ഇൻഡിവിജ്വൽ ടാലന്റ് ഉണ്ട്, സ്റ്റാർട്ട്. പക്ഷേ ആസ് എ ടീം ദേ ആർ നോട്ട് പെർഫോമിങ്. അപ്പം എനിക്ക് തോന്നുന്നു ചെൽസി വിൽ വിൻ ഒബ്വിയസ്ലി. പക്ഷെ എനിക്ക് തോന്നുന്നു ബെറ്റിസ് ഒരു നല്ല ഫൈറ്റ് കൊടുക്കും, എനിക്കതാ തോന്നുന്നു. അതെ ബ്രോ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്റർ വേഴ്സസ് PSG. ഇപ്പോൾ ഒരുപാട് അണ്ടർ ഡോഗ്സ് കപ്പടിക്കുന്നുണ്ട് ഈ സീസൺ. നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാലസ് അടിച്ചു, ന്യൂകാസിൽ അടിച്ചു, സ്പേഴ്സ് അടിച്ചു, അപ്പുറം ബൊലോങ്ക അടിച്ചു. കുറേ കാലത്തിന് ശേഷം കപ്പടിക്കുന്ന കുറേ ടീമുണ്ട്. PSG ഇതുവരെ ചാമ്പ്യൻസ് ലീഗ് കിട്ടിയിട്ടില്ല. എന്താണ് അവർ ഈ സീസൺ ചാമ്പ്യൻസ് ലീഗ് അടിക്കാനുള്ള വല്ല ചാൻസും കാണുന്നുണ്ടോ? ഇല്ല, ഞാൻ പറഞ്ഞില്ലേ, ജനുവരിക്ക് ശേഷം PSG ആർ ദ ബെസ്റ്റ് ടീം ഇൻ ദ വേൾഡ് ഇപ്പോഴും. അത് അങ്ങനെ തന്നെയാണ്. അപ്പോൾ PSG ആർ എ വെരി ടഫ് സൈഡ്. ഭയങ്കര പാടാണ്, ഞങ്ങളെ തോപ്പിച്ച സൈഡാണ്. അപ്പോൾ ഭയങ്കര പാടാണ്. ഞാൻ പറഞ്ഞില്ലേ, അനോയിങ് ഫുട്ബോൾ അല്ലേ, ദേ പ്ലേ ബ്യൂട്ടിഫുൾ ഫുട്ബോൾ. അവരെ സ്റ്റോപ്പ് ചെയ്യാൻ ഇതുവരെ ഈ സീസണിൽ യൂറോപ്പിൽ പറ്റിയിട്ടില്ല ജനുവരിക്ക് ശേഷം. സോ ഇന്റർ സത്യം പറഞ്ഞ സ്ട്രഗിൾഡ് അഗൈൻസ്റ്റ് ബാഴ്സ ഒരു പോയിന്റ്. അപ്പോൾ പക്ഷേ ഐ ഫീൽ ഇന്റർ വിൽ വിൻ ഇറ്റ്. കാര്യം പ്ലേയേഴ്സ് ആർ മോർ എക്സ്പീരിയൻസ് ദൻ PSG പ്ലേയേഴ്സ് ഇൻ ഞാൻ പറഞ്ഞില്ലേ ബിഗ് സ്റ്റേജസ്. അപ്പം എനിക്ക് തോന്നുന്നു മാനേജർ എക്സ്പീരിയൻസ്ഡ് ആണ് മോർ ദൻ ഇൻസാഗി യൂറോപ്പിൽ. പക്ഷെ ഐ സ്റ്റിൽ ഫീൽ ഇന്റർ എങ്ങനെയെങ്കിലൊക്കെ ജയിക്കും എന്ന് എൻ്റെ മൈൻഡ് പറയുന്നു. ഓക്കെ ബ്രോ, താങ്ക് യു സോ മച്ച് ജോയിൻ ചെയ്തല്ലോ. അപ്പോൾ എന്തായാലും നമുക്ക് ഇതൊക്കെ കഴിഞ്ഞ് ഒരിക്കൽ കൂടി കാണാം. ജോയിൻ ചെയ്തതിൽ വളരെ നന്ദി.